മൂന്നും പേര് 24 ചേർക്കുക. പഞ്ചതിനൊക്കെ നടന്ന് നോക്കിക്കൊണ്ട് വന്നിട്ട് ചോദിച്ചിന് കുഴപ്പമില്ല ചോദിച്ചു. 24 മേനിക്ക് എവിടെ കിട്ടണമെങ്കിൽ നമുക്ക് 23 മേനിക്ക് കിട്ടണം. ഒന്ന് പോയിട്ട് ചവത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. കുഞ്ഞുമോൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു 39,000 മേനിക്ക്. മോന് ഇവിടെ കൈക്കാർക്ക് വിടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു 39,000 മേനിക്ക്. ഇത് എത്ര കിലോണ്ടി പോയി ഇത് വെള്ളം കോരി അരച്ചിട്ടോ അല്ല ഇതിന് വന്ന കന്ന ഇതൊരു ഏർപ്പാടെന്ന് വെച്ചാൽ ഞാനോട് പറഞ്ഞതാണ് ഈ പഞ്ച്. ഇതിൻ്റെ പറയുന്നത് നമ്മളെ കുഞ്ഞുമോൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു 39,000 മേനിക്ക്. ആ ഷർട്ട് വലിച്ചിട്ട് അയാൾ എത്ര ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും ഇപ്പം എന്നോട് പറയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. ഏ മൂക്കേര അവിടെ ഉണ്ടാവും പുറത്ത്. ഇതിനൊന്നല്ലടാ, ഇതങ്ങനെയൊന്നുമല്ല, ഇതങ്ങനെയൊന്നുമല്ലടാ. ഇജ്ജൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് ഏതെങ്കിലും മണ്ണിന്ന് കിട്ടുമോ നമ്മളെ കൂടുതൽ ഈ നിലവാരത്തിലൊക്കെ ചോദിച്ചാൽ ഞാനും ചോദിച്ചു നോക്കാം. എന്നാലും അല്ല ഇജ്ജ് വെച്ചിന്റെ മാതിരി ചോദിച്ചാൽ എങ്ങനെ ഏതെത്തോ ഈ പച്ചോ 6 പല്ല് പറഞ്ഞുകൊണ്ട് ഇതിനെത്ര വില പറഞ്ഞുണ്ട് ഇവിടെ എന്നാ ഇത് പൈക്കുട്ടിയല്ലേ പറോ ഇത് പൈക്കുട്ടിയല്ലേ എങ്ങനെ അടിമുറി കിട്ടുമ്പോൾ നമുക്ക് 3 റെഡിക്കായി അത് കൊണ്ടേ കണക്ടർ കൊടുക്കാൻ എങ്ങനെയാണ് 75,000 വരും. ഇല്ലപ്പാ കിട്ടിയല്ലേ മുന്നേറ്റത്തിൽ ഈ ദുനിയാവുന്നതിന് മനസ്സിലായിട്ട് വെക്കില്ല. ഇത് 25 മേനിക്ക് കിട്ടുമോ നിങ്ങൾക്ക് പോയി എല്ലാ ചന്തകളും അവിടെ ഇവിടെ കയറി ഇറങ്ങണല്ലേ ഈ കന്ന്. ഇതിപ്പോ നിറച്ച് ഇതോ ഇജ്ജ് വിചാരിച്ചിട്ട് വീട്ടിൽ കണ്ട മുറിച്ച മാതിരിയൊക്കെ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒരു 6 പേര് ചായ കൊടുത്തിട്ട് ഇതിന്ന് പള്ളിയും പാട്ടി ലൈക്കോട്ടെ കുഴപ്പമില്ല. നിങ്ങൾക്ക് തെണ്ടിന് നമുക്ക് സന്തോഷമുള്ളൂ. കാരണം ഒരു ഏർപ്പാടേക്ക് 10 രൂപ കുറച്ച് കൊടുത്താൽ അതാളായിട്ട് അല്ലേ ഓരോരോ കുട്ടിയെ കയറിയാൽ ചളിച്ചട്ടികളല്ലേ. നമ്മൾ ഒരു പെരക്കാരന് കൊടുത്ത് വാങ്ങിക്കുന്ന 10-5 രൂപ കിട്ടുമോ മാറിയില്ലല്ലോ. ഒരു ഏർപ്പാടേന് കൊടുക്കുമ്പോൾ വരുന്ന ആഴ്ച 2 തെരി കുഞ്ഞു കോയാക്കൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് അതിന് ഓരോ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം പറയാൻ. ഞാനിവിടെ തോത്താണ് കാര്യം. അവിടെ സ്ഥിരമുള്ള ആളാണ് ഞാൻ. അവിടെ വേറെ അവിടെ 4 കിലോമീറ്റർ അപ്പുറത്ത് രാമപുരത്താണ് അവിടെ സ്ഥിരമാണ്. അവിടുത്തെ പരസ്യം കണ്ടിട്ട് വന്നത് അവിടെ പരസ്യത്തിന് ഡബിൾ വില. 25 നമുക്ക് കിട്ടും. 2,000 രൂപ 1,500 രൂപ 2,000 രൂപ വാടക വരൂലേ, വണ്ടി വാടക വരൂലേ. നമുക്കിപ്പോ പുറത്ത് പോയി വാങ്ങുന്ന ആൾക്കാരല്ല ഈ കന്നിന്റെ ബാക്കിൽ പോയി പുറത്തുറപ്പ കിട്ടിയില്ലെങ്കിൽ വരുന്ന എന്നിട്ട് നിങ്ങൾ 4 തരുള്ളൂ എന്ന് പറയാം. മറ്റേത് ഇജ്ജ് കൊണ്ടുപോയിട്ട് ഇപ്പം തന്നെ ഇജ്ജ് കൊണ്ടുപോയിട്ട് എനിക്ക് 5,000 രൂപ പോയാൽ പിന്നെ ജീവ വയ്ക്ക് വരും കഴിയേ. ലോഡ് കന്ന് വന്നാലേ കാക്കനൂട്ടി കൊണ്ടിരുന്ന 10 രൂപ കിട്ടി കൊടുന്ന മടക്കാൻ പറ്റൂല. ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങാൻ മറിച്ചു വെക്കാനൊക്കെ ഞാൻ പണയം പറഞ്ഞ മറ്റൊരു വാച്ച കൂട്ടി 32 മീനക്കാർക്ക് ഉറപ്പിക്കുന്നു ജംഗിപ്പിച്ച് പോയിക്കോ. അയച്ച അങ്ങനെ എന്നോട് പറഞ്ഞോണ്ടാണ് അതിനെ പറയുന്നത്. ഇനി ചോദിക്കും ഇനി പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മറിച്ചു വെക്കാൻ എനിക്ക് 10 രൂപ കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. ഇല്ലെങ്കിൽ വേണ്ട. ഇതിന് 3 മുലയുള്ളൂ, 3 കാമ്പുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നല്ല പോലെ അതിന് പാലാകൂടാ. അതെന്ത് കടയിൽ നിന്ന് ഇതായില്ല. അത് ദിവസം കൂടി വരും. ആ പഞ്ച് നല്ല തീനും കൂടിയുള്ള വെച്ചല്ല വെച്ച് അതാവേ പാലാവും. ഇവിടുന്ന് ഒരാഴ്ച കഞ്ചാതൊന്നും ആവില്ല. ഇവിടുത്തെ നിർത്തുന്ന ഓട്ടോ വെച്ച് ഈ ഇതിലങ്ങനെയല്ലേ ഒന്ന്. ഇപ്പോൾ ഈ പോത്തുകുട്ടികൾ നിൽക്കിടീൻ്റെ ഇടയിൽ ഇങ്ങനെ കടക്കുമ്പോൾ തച്ച് നീപ്പിച്ചാണ്. നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ അത് കിടക്കുക. വെച്ചുകാലം കഴിഞ്ഞിട്ട് 4-3 ദിവസം വണ്ടിയിൽ നിന്ന് വന്ന കന്നാണ് ഇത്. ആ പൊടിപ്പത് കുട്ടികളും ഇതും ഇതില്ല. ഈ കറുത്ത കുട്ടികൾ അത് വേറൊരു ഐറ്റം കന്നാണ്. കള പറമ്പിലങ്ങാടിയിലെ കാക്ക വരും. കുറച്ച് കഴിഞ്ഞാൽ വരും. പറമ്പിലങ്ങാടിയിലെ കാക്കും വരും, എല്ലാ കാക്കും വരും കുറച്ച് കഴിഞ്ഞാൽ. ആ ഉണ്ടപ്പോത്തുകുട്ടിയാണോ? ആ ഉണ്ടപ്പോത്തുകുട്ടി പോത്തുകുട്ടിയാ എന്താ പറയുന്നത്? ആ 80 ഇവിടെ വാ. ഇതോ പഠിച്ചോണ്ടേ നേരോ വെച്ച് ഞാൻ അങ്ങനെ കൊണ്ട് പറയാം. എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ പിന്നെ നമുക്കെല്ലാം വരികയല്ലോ. നമ്മളൊരു കച്ചവടക്കാരന് എല്ലാം പാടില്ല. ഓനെ നിലനിർത്താൻ വേണ്ടി
ഓനെ നിലനിർത്തണം. നാട്യം വാങ്ങിയിട്ട് 10 രൂപ കയറിച്ചോ ഇത് കയറിയ ഓര് വേറെ തന്നെയല്ലേ. അപ്പോൾ പറഞ്ഞു മനസ്സിലായി. നമുക്കിത് ഏർപ്പാടിച്ച ആൾക്കാർക്ക് ഇതിൻ്റെ കള്ളികളൊക്കെ ഇത് നല്ല കന്ന കന്ന് പട്ടിണി കിടന്ന് കണ്ട് ഇപ്പോൾ വരെ അടിക്കൽ വന്ന കന്നല്ലേ. അപ്പോൾ ഒതുകൂടി കൊണ്ടേക്കും ഈ ഇരുമ്പ് കെട്ടപ്പോഴത്തെ പോകില്ലേ ഒന്ന് നേരിക്കത്തേക്ക് ചേറ്റുകളെ ഇത് എപ്പോഴും തെലങ്കും വെലങ്ങും ഇങ്ങനെ കുത്തനെയും ഇതിലേ നിൽക്കുള്ളൂ. എടാ ഈ പച്ചൊക്കെ ഒന്ന് നോക്കാം. കന്നിൻ്റെ കയറി ചുരുക്കി പിടിച്ചാൽ ഞാൻ ഏത് വാപ്പയുടെ ഞാൻ അതിനനുസരിച്ച് വർത്തമാനം പറയണം. പിന്നെ ഞാൻ അതൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് പൈക്കുട്ടിയാണ്, അത് പജ്ജല്ല പൈക്കുട്ടിയാണ്. അവരെ പല്ല് പറയണ്ടോ നോക്കാൻ ചെയ്ത് പറഞ്ഞ എനിക്ക് 10 കന്ന് എനിക്ക് റെഡിയിൽ എനിക്ക് തരും. ഇത് കൊണ്ടേക്കോ. തുടക്കത്തിൽ ഇത് വെച്ചോ അതൊക്കെ ബമ്പെല്ലാം വീട്ടിൽ പോകും കിട്ടും. ഒന്ന് കേട്ടുന്നേ ഒന്ന് പൊതുഗുണേ കാണിച്ചു. അല്ല കാമ്പുള്ള കുട്ടിയാ. അല്ല അയക്ക് ജയിച്ചു അല്ല ഇതിപ്പോ ഇറച്ചി പോത്ത് കുട്ടിയല്ലേ. ആയിക്കോട്ടെ കുട്ടിക്കോ. പോത്തുകുട്ടി വേറെ പറഞ്ഞോളാം. പോത്തുകുട്ടി ഇത് വറ്റിയിൽ വാങ്ങിയതാണ്. അപ്പോൾ അത് 39 ഒന്നേക്കാൾ തൂക്കേണ്ടതൊക്കെ കിട്ടും. കാരണം പോത്തുകുട്ടി ആട്ടുകുട്ടി വാങ്ങാൻ കിലോ ഇത് ആട്ടിറച്ചിൻ്റെ വില. ഇത് എത്ര കിലോ ഉണ്ടടാ? ഈ പോത്തുകുട്ടി എത്ര കിലോ ഉണ്ട്? നെച്ചത് റേറ്റ് വെച്ചിട്ടുണ്ട്. ഈ പോത്തുകുട്ടി എത്ര കിലോ ഉണ്ട്? കൊടുത്തള മനസ്സിൽ ഞാൻ വാങ്ങിയ കാര്യം താത്തി കൊടുക്കുക. ഇജ്ജ് ഓൻ അവിടെ ചേടപ്പഞ്ചാക്കി വാലിക്കുറ്റി പിടിച്ച് പൊന്തിച്ചിട്ട് പഞ്ചല്ലേ. അല്ല അതല്ല അതിന് കൊടുത്തള വേണ്ട അവിടെ എന്തൊരു മേലെന്ന് പറഞ്ഞാൽ 1 ഉറുപ്പ്യ മേലെയാണ്, 5000 മേലെയാണ്, 10000 മേലേക്ക്. എടാ ഇത് ഞാൻ ലാഭം 1 ഉറുപ്പ്യ വെച്ചാൽ തന്നെ തല്ലി 500 പോയാലും എനിക്ക് വരും. ഇത് നമ്മളെ ആശ്രയിച്ച് വരുമ്പോൾ നമ്മൾ അതിന് മാന്യതായിട്ടും ഞാനിതൊക്കെ പാടെ കൊണ്ടുപോയി മുണുങ്ങാനെന്ന് വെച്ചാൽ ആവില്ല. കുറച്ചൊക്കെ നിങ്ങൾ കൊണ്ടുപോയി മുണുങ്ങി. അതൊക്കെ ഞാൻ ഇവിടെ വരും. അന്നേറ്റ് തുടർന്ന് ഞാൻ ഇതിനുള്ളിൽ വരും. ഞാൻ ചെയ്യാൻ പോകുന്ന വരെ ഈ ഏർപ്പാടിൽ കിടക്കും. ഞാൻ അത് നിങ്ങൾക്ക് ഉള്ളോടത്തുനിന്ന് കൊടുത്തരും. ഇത് എങ്ങനെ അവിടെ ആ ചെറുക്കം പിടിച്ച് പിന്നെ മറ്റു കുട്ടികളെവിടെ ചെറിയ കുട്ടികൾ